നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ അസാധ്യ കോമ്പിനേഷനുള്ള ഒരു കറിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നല്ല നാടൻ മാങ്ങയാണ്, പഴുത്ത നാടൻ മാങ്ങയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നാടൻ മാങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഏതെങ്കിലും ഒരു മാമ്പഴം ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിയിലുള്ള നാടൻ മാങ്ങ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ മാമ്പഴം ഇതുപോലെ കഴുകിയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞു വെക്കണം. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്, അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അതേപോലെ എല്ലാ മാമ്പഴവും നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ഇതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ നടുവേ കീറിയിട്ട് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കണം. ഇത് അടച്ചു വെച്ച് വേവിക്കില്ല, ഇത് ഇതേ രീതിയിൽ തുറന്നു വെച്ചിട്ട് തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മാമ്പഴം വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മാമ്പഴം വെന്ത് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തുറന്നു വെച്ചിട്ട് തന്നെ കുറച്ച് സമയം വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാമ്പഴം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ അരച്ചൊഴിച്ചതാണ്. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരമുറി തേങ്ങ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പുളിയുള്ള മാമ്പഴമാണെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 3 വറ്റൽമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്കിത് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.